സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. രാഹുൽ ഗാന്ധിയുടെ വിവാഹ കാര്യം വീണ്ടും ചർച്ചയാവുകയാണ്. വയസ്സ് 50 കടന്ന് മുന്നോട്ട് പോകുന്നു. നേരത്തെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള ടാസ്ക് അമ്മ സോണിയാഗാന്ധി ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിനെയാണ് ഏൽപ്പിച്ചത്. കാണുമ്പോഴെല്ലാം ലാലു ഇക്കാര്യം ആവശ്യപ്പെടുമ്പോൾ പക്ഷേ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. നിലവിൽ ബീഹാറിൽ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയുള്ള മഹാറാലിയുടെ ഭാഗമാണ് രാഹുൽ ഗാന്ധി. വോട്ടർ അധികാർ യാത്ര ബീഹാറിനെ ഇളക്കിമറിച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും രാഹുലിൻ്റെ കല്യാണക്കാര്യം ചർച്ചയാകുന്നു. കഴിഞ്ഞ ദിവസം RJD നേതാവ് തേജസ്വി യാദവ് ഇത് സംബന്ധിച്ച് നടത്തിയ ഒരു പരാമർശമാണ് വീണ്ടും രാഹുലിൻ്റെ കല്യാണക്കാര്യത്തിൽ എത്തി നിൽക്കുന്നത്. ലോക് ജൻശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കവെയാണ് തേജസ്വി യാദവ് രസകരമായ മറുപടിയുമായി എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സഹോദരനെ പോലെയാണെന്നും അദ്ദേഹം തൻ്റെ നെഞ്ചിലുള്ളിലാണെന്നും ചിരാഗ് പാസ്വാൻ പറഞ്ഞ കാര്യം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് തേജസ്വി യാദവിൻ്റെ രസകരമായ മറുപടി വന്നത്. ഹനുമാനോട് താരതമ്യപ്പെടുത്തിയായിരുന്നു ചിരാഗ് പാസ്വാൻ അഭിപ്രായം പറഞ്ഞത്. ചിരാഗ് പാസ്വാൻ തൻ്റെ സഹോദരനാണെന്നും അദ്ദേഹം വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നുമാണ് തേജസ്വി യാദവ് പറഞ്ഞത്. പിന്നാലെ അത് എന്നെ കൂടി ബാധിക്കുന്നതാണെന്ന് നന്നായി അറിയാമെന്ന് ചെറുപുഞ്ചിരിയോടെ രാഹുൽ മറുപടി നൽകുകയും ചെയ്തു. അത് തൻ്റെ പിതാവ് ലാലു പ്രസാദ് യാദവ് പണ്ടേ നിങ്ങളോട് പറയുന്നതല്ലേ എന്ന് തേജസ്വി യാദവ് തമാശയിൽ തിരിച്ചടിക്കുകയും ചെയ്തു. അതേ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് രാഹുലും മറുപടി നൽകി. അതായത് കല്യാണക്കാര്യം സജീവ പരിഗണനയിൽ നിൽക്കുന്നുണ്ട് എന്ന സൂചനകൾ രാഹുൽ ഗാന്ധി നൽകിക്കഴിഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ എത്തിക്കാനുള്ള കടുത്ത പരിശ്രമത്തിലാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. അതിനിടയിൽ ചില നേരം പോക്കുകൾ പോലെയാണ് ഇത്തരം വാക്കുകൾ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി തൻ്റെ കല്യാണക്കാര്യം ഗൗരവമായി എടുക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പാർട്ടി. നേരത്തെ കോൺഗ്രസിനെ RJDയുടെ കൂട്ടാളി എന്ന് വിളിച്ച് ഇരു പാർട്ടികൾക്കുമിടയിൽ വിള്ളൽ വീഴ്ത്താൻ പാസ്വാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ യാദവിനോട് ചോദിച്ചതാണ് രാഹുലിൻ്റെ കല്യാണക്കാര്യത്തിലേക്ക് വരെ എത്തിച്ച ഘടകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തൻ എന്ന നിലയ്ക്ക് താൻ ഹനുമാനാണെന്ന് ചിരാഗ് പാസ്വാൻ നിരന്തരം പറയുന്നതിനെ പരിഹസിച്ചാണ് തേജസ്വി യാദവ് കല്യാണക്കാര്യം എടുത്തിട്ടത്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ തുറന്നു പറച്ചിലുകളിലേക്കും കാര്യങ്ങൾ എത്തിച്ചത്. ബീഹാറിൽ നിന്ന് വേണമെങ്കിൽ ഒരു പെൺകുട്ടിയെ രാഹുൽ ഗാന്ധിക്ക് വധുവായി ആലോചിക്കാമെന്ന് നേരത്തെ ലാലു പ്രസാദ് യാദവ് അറിയിച്ചതുമാണ്. ലാലുവിൻ്റെ ഇടപെടൽ ഫലം കാണുമോ എന്ന് മാസങ്ങൾക്കുള്ളിൽ അറിയാൻ സാധിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്.